ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അൾട്രാടെക്കിൻ്റെ ലോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ പിണ്ണക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഗോഡൗണിൽ അത്യാവശ്യം ഗ്രൗണ്ട്, വണ്ടി തിരിക്കാനും എല്ലാം നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ്. മഴ പെയ്യുമ്പോൾ ചെറിയ സ്പേസേ ഉള്ളൂ വണ്ടി ഇടാനെങ്കിലും കുഴപ്പമില്ല, നനയത്തില്ല. നമ്മൾ സേഫാണ്, ടാർപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് സേഫാണ്. നമ്മളിപ്പോൾ ഞായറാഴ്ചയാണ് ഇവിടെ ഗോഡൗണിലെത്തിയത്. ഇവിടെ 2 വണ്ടികൾ വളം കൊണ്ടുവന്ന് കിടപ്പുണ്ട്. അജയ് എന്ന് പറയുന്നത് ആ ഗ്രീൻ വണ്ടി, 2 ഏച്ചറിൻ്റെ വണ്ടിയും വളം കൊണ്ടുവന്നിട്ട് അവിടെ കിടക്കുന്നതാണ്. അത് സിമെൻ്റല്ല. അതിൻ്റെ അപ്പുറത്ത് തന്നെ കാട് പിടിച്ചൊരു ലൈലാൻഡ് വണ്ടി കിടപ്പുണ്ട്. പാമ്പ് പിടിച്ചതിൻ്റെ ആണെന്ന് തോന്നുന്നു, കട്ടപ്പുറത്തായതാണ്. അപ്പം നമ്മുടെ ലോഡ് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി നാളെ ലോഡ് ഇറക്കും. നമ്മുടെ വണ്ടിക്ക് മുന്നേ വന്നൊരു KL രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്. അതും കൊച്ചിയിൽ നിന്ന് വന്ന അൾട്രാടെക് ലോഡാണ്. നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് വന്ന അൾട്രാടെക് ലോഡാണ്. രണ്ടും 2 ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ശങ്കർ ഇപ്പോൾ അൾട്രാടെക് മേടിച്ചത് കൊണ്ടാണ് നമ്മുടെ ശങ്കർ ഫാക്ടറിയിൽ ഇപ്പോൾ അൾട്രാടെക്കിൻ്റെ ലോഡ് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിലെ ജോലി വേക്കൻസിയെ കുറിച്ചൊക്കെ പറയണമെന്ന്. അപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള ജോലി വേക്കൻസിയും വേറെ ട്രാൻസ്പോർട്ടേഷൻ്റെ വേക്കൻസിയും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പം രാവിലെ തന്നെ ഇവിടെ ഏച്ചറിൽ വളം വണ്ടിയൊക്കെ ലോഡ് ഇറക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയൊന്നും ഇതുവരെ അനങ്ങിയിട്ടില്ല. അപ്പുറത്ത് ചെട്ടിനാട്, പിന്നെ നമ്മുടെ അൾട്രാടെക്, ഡാൽമിയ എല്ലാം വന്നിട്ടുണ്ട്. ഈ ഡാൽമിയും നമ്മുടെ ശങ്കറിൽ നിന്ന് കയറ്റിയ ഒരു അൾട്രാടെക്കിൻ്റെ 12 വീല് ഭാരത് ബെൻസ് അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയും ഇന്ന് രാവിലെ വന്നതാണ്, തിങ്കളാഴ്ച രാവിലെ വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇറക്കിയതിന് ശേഷമാണ്, നമ്മുടെ വണ്ടി 14 വീല്, നമ്മുടെ വണ്ടി ഇറക്കിയതിന് ശേഷമേ 12 വീല് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടി അവിടെ ലോഡ് ഇറക്കത്തുള്ളൂ. ഇവിടെ കിടന്ന ഒരു ഏച്ചറിൻ്റെ വണ്ടി ലോഡ് ഇറക്കി പോയിട്ട് അടുത്തൊരു ട്രെയിലർ അജയുടെ തന്നെ, അവർക്ക് തന്നെ ട്രെയിലറും ഉണ്ട്, 16 വീലും ഉണ്ട്. ചെറിയ വണ്ടികൾ അവരുടെ തന്നെ ചെറിയ 6 വീല് വണ്ടിയിലാണ് ഇവിടുന്ന് ചെറിയ കടകളിലേക്ക് പകർത്തി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവിടെ തന്നെ യാർഡും എംസാൻഡും എല്ലാ സംഭവങ്ങളും ഉണ്ട്. വലിയൊരു ഗോഡൗണാണിത്. അപ്പോൾ ഇതെല്ലാം ഒരാളുടെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എല്ലാം പലരുടെയാണ്. അപ്പം സിമെൻറ്റ് ഗോഡൗണെല്ലാം ഒരിതായിരിക്കും, പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ തന്നെ ഏജൻസികളാണ്. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടി ആണെന്നേ ഉള്ളൂ. ഇവർ ചെയ്യുന്നതെല്ലാം ഈ കമ്പനിയുടെ തന്നെ ആൾക്കാർ തന്നെ. അപ്പോൾ അൾട്രാടെക് ആയാലും അൾട്രാടെക്കിന് സെപ്പറേറ്റ് ഓഫീസാണ്, ഈ പറയുന്ന ഡാൽമിയയ്ക്ക് സെപ്പറേറ്റ് ഓഫീസാണ്, ചെട്ടിനാടിന് സെപ്പറേറ്റ് ഓഫീസാണ്. ഇതിനെല്ലാം പക്ഷേ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഗോഡൗണാണ്, ഒരേ ലൊക്കേഷനുമാണ്. അപ്പം ചിലപ്പം ഒരു കമ്പനിയുടെ മാത്രം ഗോഡൗൺ ആവാം, ചിലപ്പോൾ എല്ലാം ഒരേ അടുത്ത് തന്നെ കിട്ടാം. അത് ഓരോ സ്ഥലത്തെയും അനുസരിച്ചിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ആ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് നേരെ തിരുനെൽവേലി തിരിച്ച് വന്ന് അവിടുന്ന് അടുത്ത ലോഡെടുത്ത് പരവൂരാണ് വന്നിരിക്കുന്നത്. കൊല്ലം പരവൂരാണ്. അപ്പോൾ കൊല്ലം പരവൂർ നമ്മൾ വന്നപ്പം 3 വണ്ടി നിലവിൽ തന്നെ കിടപ്പുണ്ട്. ARSൻ്റെ 3 വണ്ടി, ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്, നമ്മുടെ 2 കിടപ്പുണ്ട്. അപ്പം നമ്മൾ 4ാമത്തെ വണ്ടിയാണ്. അപ്പം ഇന്ന് ലോഡ് ഇറങ്ങത്തില്ല, നാളെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ടിട്ട് ഉറങ്ങാനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഉറങ്ങാതെ രാത്രി ഓടി വന്നതാണ്. അപ്പോൾ വെളുപ്പിനെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. രാവിലെ ഒരു വണ്ടി ലോഡ് ഇറക്കി പോയി, 2ാമത്തെ ഒരു ARS പിടിച്ച്. അപ്പോൾ ARSൻ്റെ വണ്ടി ലോഡ് ഇറക്കി വേറൊരു വണ്ടിയും പൊട്ടിക്കാനുണ്ട്. അപ്പം ഇന്നൊരു 2 വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 4ാം വണ്ടി എൻ്റെ ഉണ്ട്. നാളെയാണ് 3, 4 വണ്ടി ഇറങ്ങുന്നത്. അപ്പം എൻ്റെ ഒരു ARS നാളെ ഇറങ്ങത്തുള്ളൂ. ഒരു ദിവസം ഇവിടെ 2 വണ്ടിയെ ലോഡ് ഇറങ്ങാറുള്ളൂ. അതുപോലെ ചെറിയ വണ്ടി പകർത്തി കയറ്റി വിടുകയാണ്. പിന്നെ ഒരു വണ്ടിയുടെ വല്ല ലോഡ് മാത്രം ബാലൻസ് ഉള്ളത് അവർ ഗോഡൗണിൽ ഇറക്കി വെക്കും. എന്നാലും നല്ല സെയിൽസ് ഉള്ള ഗോഡൗണാണ് പരവൂര്. ഇതിനു മുമ്പ് 3, 4 വണ്ടികൾ ഇവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം 2 വെച്ചേ ഇറങ്ങുന്നുള്ളൂ. ഇത് നമ്മുടെ വീടിനടുത്തുള്ള റാഫി എന്ന് പറയുന്ന ചേട്ടൻ്റെ ലോറിയാണ്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയാണ് അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ബംഗാളികൾ താമസിക്കുന്നത്. അവരാണ് നമ്മുടെ ലോഡൊക്കെ ഇറക്കുന്നത്. നമ്മളെ ചെറുക്കനിവിടെ 2 ARSൻ്റെ നടുക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഈ വല സൈഡിൽ കിടക്കുന്ന ARS എൻ്റെ വണ്ടി കഴിഞ്ഞിട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഇപ്പം പിടിക്കാനുള്ള വണ്ടിയാണ്. ഒരു ARS കഴിഞ്ഞിട്ടാണ് ഞാൻ. 2ൻ്റെ നടുക്കാണ് ഗൈസ്. അതുകൊണ്ട് നടുക്കൊണ്ട് ഇട്ടേക്കുക. അങ്ങനെ നമ്മുടെ വണ്ടി ടേണായപ്പോൾ നമ്മുടെ വണ്ടി ഗോഡൗണിൽ കയറ്റിയിട്ട് എല്ലാം ഇവിടെ ഗോഡൗണിൽ തന്നെ ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഭായിമാർ നമ്മളെ വണ്ടി ഇറക്കാൻ നല്ല
ചാടി ചാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ബായ് നമ്മളോട് അധികമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആ ബായോട് കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുക. എന്നോട് ചോദിക്കുകയും ചെയ്ത് എന്താ ബായ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചുമ്മാ വീഡിയോ യൂട്യൂബിൽ ഇടാനാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെയൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് അവരുടെ കൂടെ സംസാരിച്ച് നിൽക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? 8 കൊല്ലം. കേരളത്തിൽ ഡോർ അങ്ങനെ ഇവിടെ ചെറിയ വണ്ടികൾ ചേർത്തിട്ട് എൻ്റെ വണ്ടിയിൽ ഉള്ള ലോഡ് കുറച്ച് വരുന്നതെല്ലാം പാർത്തുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഗോഡൗണിൽ ഇറക്കി വെക്കുന്നുണ്ട്. ഈ RS വണ്ടി ഇറക്കിയിട്ടേക്കാണ്. അപ്പോൾ റാഫി എന്ന് പറയുന്ന ഇക്ക വരുന്നേ ഉള്ളൂ. ഇക്ക വന്നതിന് ശേഷം ആ വണ്ടി എടുത്തുകൊണ്ട് പോകും. എൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെ ഇറക്കി വിടും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഇറക്കി തീരുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ 100 രൂപ കൊടുത്താൽ നമ്മുടെ ടാർപ്പേ മടക്കി ഡോറും ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്തും അടി ടാർപ്പ് എല്ലാം മടക്കി ക്ലീൻ ചെയ്ത് അവർ തരും. 100 രൂപയുടെ കാര്യമുള്ളൂ. മറ്റു ഗോഡൗണിലൊക്കെ പോകുമ്പോൾ നമുക്ക് 150 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ 100 രൂപ കൊടുത്താൽ മതി, അവർ തന്നെ എല്ലാം ചെയ്തോളും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് വണ്ടിയിൽ. ഈ ഗോഡൗണിൻ്റെ പേര് PNB ഏജൻസി എന്നാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ ലോഡ് ഏകദേശം തീരാറായി. നമ്മളിവിടുന്ന് യാത്രയാവാൻ പോവുകയാണ് ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.